ഹായ് മക്കളെ, അനുമോദ് സാറാണ്. എടാ, നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ എല്ലാ ചാപ്റ്ററിലേക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഓരോ ചാപ്റ്ററിൻ്റെ അകത്തും നിങ്ങൾ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്നത്. നിർബന്ധമായിട്ട് പഠിക്കണേ മക്കളെ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മക്കൾക്ക് ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ 3 ഇതും കിട്ടണമെങ്കിൽ, നമ്മുടെ ലെവൽ ക്വസ്റ്റ്യൻസും കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ RMS ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളുക. ഒരു കാര്യം, അതിന് അടുത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻസിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ അല്ലേ. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തെല്ലാമാണ് നോക്കിക്കോ. ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം ഇതാണേ മക്കളെ, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഏത് സീക്വൻസിൻ്റെയും ഡി കാണാൻ രണ്ടാമത്തെ ടേമിൽ നിന്ന്, മക്കൾ കാണുന്നുണ്ടോ, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതി. പിന്നെ കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പൊതുവ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാൽ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി 10ാം പദമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, 1ാം പദത്തിനോട് 9D കൂട്ടിയാൽ മതി. അത് ജനറലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, xn ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു ഡി അല്ലേ. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് എന്താണെടാ, x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ABC എന്ന് പറയുന്ന സാധനം മക്കൾ കാണുന്നുണ്ടോ, ഇതാ ABC എന്ന് പറയുന്ന 3 ടേമുകൾ ഒരു സമാന്തര ശ്രേണിയിലാണെങ്കിൽ, ABC എന്നിവ ഒരു സമാന്തര ശ്രേണിയിലാണെങ്കിൽ B കാണാൻ എന്ത് ചെയ്താൽ മതി, A+C/2 ചെയ്താൽ മതി. ഇതിങ്ങനെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓരോ സാധനങ്ങൾ എഴുതിയെടുക്കുക. പിന്നെ പദങ്ങളുടെ എണ്ണം കാണുക. ഈ പദം ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്. ഓക്കെ, ഇനി വരുന്നത് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് മക്കൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പറാണ്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക കാണാൻ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അതായത് മക്കൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മധ്യപദം കാണാൻ എന്ത് ചെയ്താൽ മതി, തുക ബൈ എണ്ണം ചെയ്താൽ മതി. തുക ബൈ എണ്ണം. അതായത് മിഡ് ടേം കാണാൻ സം ബൈ എന്ത്, നമ്പർ. ഓക്കെ, തുക ബൈ പദങ്ങളുടെ എണ്ണം. ഇത് ഒറ്റ സംഖ്യയാണ്. ഇത് ഇരട്ട സംഖ്യ ആണെങ്കിലോ, ഈവൺ നമ്പർ ആണെങ്കിൽ നോക്കടാ, സം ജോഡികളായിട്ടാണ് ഉണ്ടാവുക. ജോഡികളാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്. തുക ഈക്വൽ ടു ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ 1 പെയർ കാണാൻ സം ബൈ നമ്പർ ഓഫ് പെയർസ് ചെയ്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ അന്നാണ് എവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി പെയർസ് വരുമ്പോഴൊരു കാര്യം ഇത് അവിടെ കണ്ടോ, ഈ ഒരു ടേബിൾ കണ്ടോ മക്കൾ. x4 എന്തിനാണ് ഞാൻ വട്ടിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ അത് നടുവില. അപ്പോൾ x3 x5 കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് x4ൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അതായത് x1 പ്ലസ് x7 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x4 ആണ്. 2 ഇൻറ്റു x4 ആണ്. അതേപോലെ x2 x6 ചെയ്താൽ 2 ഇൻറ്റു x4 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് x4 കാണാൻ ഇത് രണ്ടും കൂട്ടി എന്ത് ചെയ്താൽ മതി, പകുതി ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾ ആൻഡ് ആംഗിൾസ്. ഇക്വേഷൻസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു സാധനം മാത്രം മക്കൾ പഠിക്കുക. പ്രധാനമായിട്ട് പഠിക്കേണ്ട സാധനം ഇതായിട്ട് പഠിക്കുക. ചിത്രം ഇതാ കണ്ടോ, ഈ സെൻട്രൽ ആംഗിൾ x ആണെങ്കിൽ മുകളിൽ വരുന്ന ആംഗിൾ x/2 ആയിരിക്കും. മുകളിൽ y ആണ്, ഇത് y/2 ആയിരിക്കും. ഇനി ഈ x/2 y/2 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും, അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ പറയുന്നത്. എക്സും വൈയും കൂടി, ചിത്രങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. എക്സും വൈയും കൂടി കൂട്ടിയാൽ എന്താണ്, 180 ആണ്. ഓക്കെ, 180 ആണ്. ഇനി സൈക്ലിക് കോർഡിലേറ്റർ ആണെങ്കിൽ, സൈക്ലിക് കോർഡിലേറ്റർ ചക്രീയ ചതുർഭുജാണെങ്കിൽ എതിർ കോണുകളുടെ തുക എന്തായിരിക്കും, 180 ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ സെൻട്രൽ ആംഗിൾ എന്താണോ അതിൻ്റെ പകുതിയാണ് മുകളിലുണ്ടാവുക. ആ ആംഗിൾ കാണുന്ന ചോദ്യം ഉറപ്പായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ, അത് പഠിക്കണേ. ഇത്രയും സിമ്പിളായിട്ടാണ്, ഷോർട്ട് നോട്ടായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്ന സാധനങ്ങൾ കേട്ടോ. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൾജിബ്ര. അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം പഠിക്കാനുള്ളത് സമ്മിൻ്റെ ഓൾജിബ്ര കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അതായത് സമ്മിൻ്റെ ഓൾജിബ്ര അല്ല, സീക്വൻസിൻ്റെ ഓൾജിബ്ര, ബീജഗണിതം. അതിന് നമ്മൾ 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. xn ഈസ് ഈക്വൽ ടു എന്താണെടാ, dn പ്ലസ് f മൈനസ് ഡിയും, അതേപോലെ തന്നെ xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബിയും.
അപ്പോൾ ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം ദ ഓൾജിബ്രിക് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ ഡി ഈക്വൽ ടു എ ആയിരിക്കും. അതായത് എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ, ഓക്കെ മക്കളെ എങ്ങനെ പഠിക്കുക, എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം കാണാൻ എയും ബിയും കൂടി എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഇത്രയും സാധനം ഏതിൻ്റെത്, സീക്വൻസിൻ്റെ ഓൾജിബ്ര, ശ്രേണിയുടെ ബീജഗണിതം കാണാനുള്ള കാര്യങ്ങളാണ്. ഇനി നേരെ മറിച്ച് അതിൻ്റെ സമ്മിലേക്ക് വരുമ്പോൾ മക്കൾ നോക്ക്, ഏത് സമാന്തര ശ്രേണിയുടെയും തുകയുടെ ബീജഗണിത രൂപം ദ ഓൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസീസ് എസ് എൻ കാണാൻ d/2n² പ്ലസ് എഫ് മൈനസ് d/2n. ഇവിടെ an² എന്നാണുള്ളത്. നമ്മൾ സ്ഥിരം പഠിക്കുന്ന സാധനം pn² പ്ലസ് qn ആണ്. pn² പ്ലസ് qn ആണെങ്കിൽ മക്കളെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളിവിടെ കാര്യം ഇത് ഞാൻ പറഞ്ഞുതരാം. pn² പ്ലസ് qn ആണെങ്കിൽ d എന്ന് പറയുന്നത് 2pയും x1 ഓർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് p പ്ലസ് q ആയിരിക്കും. ഇത് മക്കൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കണം. ചോദ്യം വരും, ഉറപ്പാണ് ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് സമ്മ് കാണാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേം, x1 എന്ന് പറയുന്ന ആദ്യ പദം ഫസ്റ്റ് ടേം, xn എന്ന് പറയുന്ന ലാസ്റ്റ് ടേം അവസാന പദം. ഇതാണ് സാധനം. ഇനി ഇതേപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഏത്, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക, എണ്ണൽ സംഖ്യയുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2, ഇരട്ട സംഖ്യയുടെ തുക n ഇൻറ്റു n പ്ലസ് 1. അതിന് നമുക്ക് n² പ്ലസ് n എന്നും എഴുതാം കേട്ടോ. n² പ്ലസ് n എന്ന് എഴുതാം. പിന്നെ ഒറ്റ സംഖ്യ ആണെങ്കിൽ n². ഇത്രയും കാര്യങ്ങളാണ് ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഫോർത്ത് ചാപ്റ്ററിൻ്റെ അകത്ത് ഫോർത്ത് ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ അകത്ത് നമുക്ക് ഇക്വേഷൻസ് ഒന്നുമില്ല. പിന്നെ വരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി, വർഗ്ഗത്തിവക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അത് പറഞ്ഞുതരാം. ഇതാണ് സാധനം a+b² a² പ്ലസ് 2ab+b² a-b² നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് a² - b² ദാറ്റ് ഈസ് ഈക്വൽ ടു a+b ഇൻറ്റു a-b. ഓക്കെ, a+b ഇൻറ്റു a-b. ഇനി ഇതിൽ മക്കൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ജനറലായിട്ട് വരുന്നത്. ഇപ്പോൾ ax² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോമിലാണ് എന്തുണ്ടാവുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ax² പ്ലസ് bx നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. കൂട്ടുക. ആരെ കൂട്ടുക, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അതിൻ്റെ പകുതിയുടെ വർഗ്ഗം. അപ്പോൾ b അല്ലേ ഉള്ളത്, അപ്പോൾ b/2 ഹോൾ² എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും കൂട്ടുക. അപ്പോൾ ഇവിടെ ഓൾറെഡി c ഉണ്ട്, സീനോട് ആരെ കൂട്ടുക, b/2 ഹോൾ² ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതെന്തായി, കംപ്ലീറ്റ് സ്ക്വയറായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണുള്ളത് വെച്ചോ, x² പ്ലസ് 2x സമം 15 എന്നാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, x² പ്ലസ് 2x, രണ്ടിൻ്റെ പകുതി എത്രയാണ്, 1 അല്ലേ. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, അതിനെ രണ്ട് സൈഡിലും കൂട്ടുക, 15 പ്ലസ് 1. അപ്പോൾ ഇതെന്തായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇത് x+1 ഹോൾ² ആയി. ഇത് 16 എന്ന് പറയുന്ന 4ൻ്റെ സ്ക്വയറായി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. x+1 ഈസ് ഈക്വൽ ടു 4 ആവും. എക്സിൻ്റെ വില എന്തായി, 3 ആയി. സിമ്പിളായിട്ട് കിട്ടും. ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ. ഈ ഒറ്റ കാര്യം എവിടെ പഠിക്കാനുള്ളൂ, ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഏതാണ് ചാപ്റ്റർ, ഏതാ, ത്രികോണമിതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇക്വേഷനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ ഈ 45 45 90 വരുമ്പോൾ ഉള്ള ട്രയാങ്കിളിൻ്റെ ഫോം. 45 45 90 ആണെങ്കിൽ അവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1:1:√2 റേഷ്യോ. 1:1:√2 കണ്ടോ, 1 1 √2 2 2 2√2 അങ്ങനെ പോകും. ഈ ടേബിൾ മക്കളൊന്ന് എഴുതി വെച്ചോളാം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ടേബിൾ. ആ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. 30 60 90 ആണെങ്കിൽ 1:√3:2 ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പഠിക്കാനുള്ളത്. എങ്ങനെയാണത് വരുന്നത് എന്നുള്ളതാണ് ടേബിളിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ് എന്നാണ്. അപ്പോൾ നോക്കിയോ, സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, കർണം ബൈ എതിർവശം. എതിർവശം ബൈ കർണം, കർണം എതിർവശമല്ല, എതിർവശം ബൈ കർണം, എതിർവശം ബൈ കർണം, എതിർവശം ബൈ കർണം. ഓക്കെ, ഇനി കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്.
ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശം. ഇത് ഓർത്ത് വെക്കുക. അതായത് ഇങ്ങനെയാണൊരു ട്രയാങ്കിൾ എങ്കിൽ കണ്ടോ, ട്രയാങ്കിൾ രണ്ടെണ്ണം കാണിച്ചെന്നുണ്ടോ, കാരണം സമീപവശം എതിർവശം കരണം, ഇതാണ് ആംഗിൾ. എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഓക്കെ, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ്. ഈ സാധനം നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് എന്താ, സൈൻ 30ൻ്റെ വില, സൈൻ 45ൻ്റെ വില, സൈൻ 60ൻ്റെ വില. എടാ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് തരൂല, പക്ഷേ ഇത് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിക്കണം. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 കിട്ടി, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 കിട്ടി, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 കിട്ടി, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2, കോസ് 45 1/√2, കോസ് 60. ആ വിലകൾ മക്കൾ പഠിക്കണം. ഒന്ന് പഠിച്ചാൽ മതി, പിന്നെ തിരിച്ചെഴുതിയാൽ മതി, എന്നിട്ട് അടിച്ചാൽ മതി. അതായത് ഇവിടെ 1/2, 1/√2, √3/2. അടുത്ത് നോക്കിയോ, ഇവിടുന്ന് ഇങ്ങോട്ടായി √3/2, 1/√2, 1/2. ഇന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√3, 1√3 ആ ഫോം കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് സർക്കിളാണ്. ഇവിടെ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ കോഡ് AB കാണാനുള്ള ഡിസ്റ്റൻസ് 2r sin c/2. ഇനി ഇവിടെ എക്സ് ആണ്, AB കാണാൻ 2r sin x എടുത്താൽ മതി. അതായത് ഈ ആംഗിൾ ഞാൻ A എന്നാണ് എടുക്കുന്നതെങ്കിൽ, ഇത് ഓപ്പോസിറ്റ് നമ്മൾ A ആണെങ്കിൽ ഇവിടെ AB = നമുക്ക് എന്ത് എഴുതാം, AB = 2r sin a. കണ്ടോ, ആ ഫോമിലേക്ക് വരും. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കോഡിൻ്റെ ഞാനിൻ്റെ നീളം. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. 2r = നമുക്ക് എന്തെന്ന് എഴുതാം, a/sin a എന്ന് എഴുതാം. അതേപോലെ തന്നെ r = a/2 sin a എന്നും എഴുതി വെക്കാം. നിർബന്ധമായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ട്. പിന്നെ മേൽക്കോണും കീഴ്ക്കോണും മക്കൾക്കറിയാം. മേലോട്ട് നോക്കിയാൽ മേൽക്കോണ്, താഴോട്ട് നോക്കിയാൽ കീഴ്ക്കോണ്, അങ്ങനെ പഠിച്ചാൽ മതി. ചിത്രം വരയ്ക്കുന്ന പഠിക്കണേ, നിർബന്ധം. ഇനി കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു, നമ്മുടെ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അത് മക്കൾ പഠിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്തെന്നറിയോ, ഡിസ്റ്റൻസ് എങ്ങനെ കാണാം, ഡിസ്റ്റൻസ് കാണാനുള്ള ആ 4 ഇക്വേഷൻ അത് ഞാൻ ഒറ്റയടിക്ക് എഴുതി തരാം. ഒന്ന്, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും y2 ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മോഡ് y1 - y2. ഒറ്റ കാര്യം ചെയ്താൽ മതി, എക്സ് സെയിം ആണെങ്കിൽ വൈകൾ നമ്മൾ മൈനസ് ചെയ്യാം. വലിയ വൈന്ന് ചെറിയ വൈ മൈനസ് ചെയ്താൽ മതി. രണ്ടാമത്തത് x1y x2y. ഇവിടെ നോക്ക്, ആര് സെയിമാ, y സെയിമാ, എക്സ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ മോഡ് x1 - x2. മൂന്നാമത്തെ കേസാണേത്, രണ്ടും ഡിഫറൻറ്റ്. x1y1 x2y2 ആണെങ്കിൽ √(x1 - x2) പ്ലസ് y1 - y2). പഠിച്ചു വെക്കുക. നാലാമത്തെന്ന് പറഞ്ഞാൽ xy എന്ന് പറയുന്ന ഒരു പോയിൻറ്റും 0 എന്ന് പറയുന്ന പോയിൻറ്റും ആണെങ്കിൽ എന്താണ്, x² + y². ഇങ്ങനെ 4 ഇക്വേഷൻസ് ഉണ്ട്. ഇത് മാത്രം ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. ഓക്കെ, കോർഡിനേറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 ഇക്വേഷൻ ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആളാണ് ഇതാ. ഇത് പഠിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാം. മറ്റേതൊന്നും വെച്ചാൽ എല്ലാം ചെയ്യാനാകില്ല. ഇത് പഠിച്ചാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടാൻജൻസ് ആണ്, തൊടുവരകളാണ്. തൊടുവരകൾ എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിനകത്ത് മക്കൾക്ക് പഠിക്കാനുള്ള 1 എന്ന് പറയുന്നത് ഇത് x + y 2 തമ്മിൽ കൂട്ടിയാൽ എക്സും വൈയും കൂട്ടിയാൽ 180 ആണെന്നുള്ളൊരു കാര്യം പ്രധാനമായിട്ട് പഠിക്കേണ്ട ഇതാണ്. പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ a = √(s - ഹെറോൺസ് ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്, ഹെറോൺസ് ഫോർമുല എന്നാണ് പറയുക. ഇനി ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയസ് കാണാൻ, അന്തർവൃത്ത ആരം കാണാൻ മക്കളെ r = a/s നിർബന്ധമായിട്ട് പഠിച്ചോളൂ. r = a/s എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ s എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയാണ്. 3 സൈഡ് എയും ബിയും സിയും ആണെങ്കിൽ ബൈ എന്തിട്ടാൽ മതി, 2 എന്നിട്ടാൽ മതി. a + b + c/2. സാധനം മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ നിങ്ങൾക്കുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളൊരു സാധനമാണെങ്കിൽ ഇതിൻ്റെ എതിർവശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ തുല്യമായിരിക്കും. അതായത് AB-യും DC-യും തമ്മിൽ കൂട്ടിയാൽ അത് തന്നെയാണ് AD + എന്ത് കിട്ടുക, BC കിട്ടുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, അതായത് ബഹുപദങ്ങളും സമവാക്യങ്ങളിനകത്ത് മക്കൾ പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബഹുപദങ്ങളും സമവാക്യങ്ങളിനകത്ത് പഠിക്കാനുള്ള 4 ഇക്വേഷൻ ഇതാണ്. അത് ബേസിക്കായിട്ട് അറിയേണ്ട 4 ഇക്വേഷൻസ് ആണ്. അതായത് x + a × x + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോം. അങ്ങനെ രണ്ടും പ്ലസ് വരുമ്പോഴുള്ള ഫോം, ഒരു പ്ലസ് ഒരു മൈനസും പ്ലസും വരുന്ന ഫോം, 2 മൈനസ് വരുന്ന ഫോം. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഇക്വേഷനാണത്. അടുത്തതെന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ, പൊതുപരിഹാരം. ഇതാണ് നമ്മൾ പഠിച്ച്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ പറയുന്ന പേര് വിവേചകം എന്നാണ്. വിവേചകം, ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. അത് 0 കൂടുതലാണെങ്കിൽ എക്സിന് 2 വില ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് സൊല്യൂഷൻ കട്ട് എക്സ് ആക്സ് അറ്റ് 2 പോയിന്റ്സ്, 2 വില. ഇനി 0 ആണെങ്കിൽ ഒരു വില ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. 0 കുറയാണെങ്കിൽ നോ വാല്യൂ, വില ഉണ്ടാവില്ല എന്നുള്ള കാര്യം മക്കൾ ഓർത്ത് വെക്കുക. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിൽ. ഇനി സർക്കിൾ ആൻഡ് ലൈൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും. വൃത്തങ്ങളും വരകളും 10ാമത്തെ ചാപ്റ്ററാണ്. വൃത്തങ്ങളും വരകളും എന്ന് പറയുന്നത് 10ാമത്തെ ചാപ്റ്റർ. അതിൽ 4 ചിത്രം. ഈ 4 ചിത്രം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു സാധനം. അതേപോലെ തന്നെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി, ഇവിടെയും സ്ക്വയർ തന്നെ. ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ 2 നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈന്, ഇത് പി ആണ്, ഇത് എക്സ്, ഇത് വൈ. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്തത് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ. ഒരു ഇക്വേഷനാണത്, നിർബന്ധമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ അത് വരുന്ന മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള സാധനം, ഇത് പി, ഇത് സി, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ മക്കൾ പഠിക്കേണ്ടതാണ്. ടെക്സ്റ്റിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും അതിൻ്റെ ഇതുകൊണ്ട് നിർബന്ധമായിട്ട് ഇക്വേഷൻസ് പഠിക്കണം മക്കൾ കേട്ടോ. ഇക്വേഷൻസ് ആണേ നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഓരോ ഇക്വേഷൻസ് എഴുതി എടുക്കുക, ഓരോ ചാപ്റ്റർ. എന്നിട്ട് ചെറിയ നോട്ടിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റർ ആക്കിയിട്ട് റൂമിൻ്റെ അകത്ത് ഇപ്പം തന്നെ എഴുതി ഒട്ടിച്ച് വെക്കുക. കുറേ മുന്നേ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എഴുതി ഒട്ടിച്ചാലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ളൊരു സാധനം വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ജോമെട്രി ആൻഡ് അൽജിബ്ര. ജോമെട്രി ആൻഡ് അൽജിബ്ര ഉണ്ട്, സോളിഡ്സ് ഉണ്ട്, ഓക്കെ, സ്റ്റാറ്റി ഉണ്ട്. 3 ചാപ്റ്റർ ഉണ്ട്. ജാമിതിയും ബീജഗണിതവും. ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റർ. ജാമിതിയും ബീജഗണിതവും എത്രാമത്തെ ചാപ്റ്ററാണിത്? ഇത് 11ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് പാരലോഗ്രത്തിൻ്റെ കേസാണ്. പാരലോഗ്രത്തിൻ്റെ കേസിൻ്റെ അകത്ത് ഓപ്പോസിറ്റിൻ്റെ സം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ x1 y1, ഇവിടെ x3 y3, ഇവിടെ x2 y2, ഇവിടെ x4 y4. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇത് വരുമ്പോൾ ഇത് 2ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന സം തന്നെയാണ് ഇത് 2ഉം കൂടി കൂട്ടിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ്, അതാണ് ഞാൻ പറയുന്നത്, x1ഉം x3യും കൂട്ടിയാൽ x2 പ്ലസ് x4 ആയിരിക്കും. അതേപോലെ തന്നെ y1 പ്ലസ് y3 എന്ന് പറയുന്നത് തന്നെയാണ് y2 പ്ലസ് y4 ആയിട്ട് വരിക. ഇനി ഈ മധ്യബിന്ദു കാണാൻ നോക്കി നോക്ക്. മധ്യബിന്ദു 2 പോയിന്റുകൾ തന്നിട്ട് അതിനോട് നിങ്ങളുടെ മധ്യബിന്ദു കാണാൻ പറഞ്ഞാൽ x1 പ്ലസ് x2/2, y1 പ്ലസ് y2/2. ഇനി സ്ലോപ്പ് ഓഫ് എ ലൈൻ, വരയുടെ ചരിവ് m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ, വരയുടെ സമവാക്യം y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ m എന്ന് പറയുന്ന ചരിവാണ്. ചരിവും ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനും എന്തായാലും പരീക്ഷയ്ക്ക് വരും, നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ഇവിടെ റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, m/2 പ്ലസ് n/1 ബൈ m പ്ലസ് n. ഇനി വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു ആർ സ്ക്വയർ. അവിടെ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ സെൻറ്റർ ആണ് കേട്ടോ, കേന്ദ്രമാണ്, കേന്ദ്രം. ആർ എന്ന് പറയുന്നത് റേഡിയസും. ഇത്രയും കാര്യങ്ങളാണ് ജോമെട്രി ആൻഡ് അൾജിബ്രയിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. സ്ലൈഡ് നോക്കുക, കൃത്യമായിട്ട് ഇക്വേഷൻസ് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ സോളിഡ്സ്, ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ആദ്യത്തെ ആള് സ്ക്വയർ പിരമിഡാണ്, സമചതുര സ്തൂപികയാണ്. സമരസ്തൂപികേൻ്റെ അകത്ത് നമുക്ക് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് L സ്ക്വയർ ഈസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ, E സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെടാ? ഓക്കെ,
ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ്. ആ രണ്ട് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ 2AL അതേപോലെ തന്നെ 2AL + A². വോളിയം കാണാൻ 1/3A²H. അങ്ങനെ ഓരോ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക ഓരോന്നിൻ്റെ. രണ്ടാമത്തെ കോണാണ്, വൃത്തസ്തൂപികയാണ്. ഇവിടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? L² = H² + R². അത് വെച്ച് നമുക്ക് വേറെയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ R = x/360. ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് x/360 = R/L. നിർബന്ധമായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻ വരും. അതാണ് R = x/360 × L എന്ന് പറയുന്നത്. x/360 × L എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കേട്ടോ. വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ πRL. ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ πRL + πR². വോളിയം കാണാൻ 1/3πR²H. 1/3πR²H ചെയ്ത് കഴിഞ്ഞാൽ കോണായി. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്ഫിയറും ഹെമിസ്ഫിയറാണ്, ഗോളവും അർദ്ധഗോളവും. ഗോളത്തിൻ്റെ പരപ്പളവ് 4πR², വ്യാപ്തം 4/3πR³. ഇനി കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്ന 2πR², ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന 3πR², വോളിയം എന്ന് പറയുന്നത് 2/3πR³. പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി സ്റ്റാറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, ലാസ്റ്റത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്ക്. അതിൽ ഇക്വേഷൻസ് ആയിട്ടൊന്നുമില്ല. മധ്യമം കാണുമ്പം അതിൽ മീൻ കാണുന്ന മാത്രം ഒന്ന് ഓർത്താൽ മതി. മാധ്യം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്ത് കിട്ടും? നമ്പർ. ടോട്ടൽ ചെയ്യുക, ടോട്ടൽ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്, അത് ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാനില്ല. മക്കൾ എന്ത് ചെയ്താൽ മതി? ആ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണെടാ എവിടെ ഉള്ളത്? നമ്മുടെ ഓൾ ഇക്വേഷൻസ് എന്നുള്ള കാര്യങ്ങളുള്ളത്. മക്കൾ എന്ത് ചെയ്യണം? സ്ലൈഡ് കൃത്യമായിട്ട് നോക്കുക. ഓരോ ഇക്വേഷൻസും ഓരോ ചാപ്റ്റർ വെച്ച് എഴുതിയെടുക്കുക. ഫുൾ ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഫുൾ ഇക്വേഷൻസ് ഇതിനകത്തുണ്ട്. നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. ഞാൻ ഓരോന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോയി എന്നുള്ളതാണുള്ളൂ. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക കേട്ടോ. പരീക്ഷ അടിപൊളിയാക്കണം നമുക്ക്.